ഗൗതമും നിധിയും കൂടി CKCയുടെയും പ്രണവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറുടെയും വീഡിയോ എടുത്തെങ്കിലും അത് വിജയിച്ചില്ല. വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, അവരുടെ സംഭാഷണം കേൾക്കുന്നില്ല. വീഡിയോ എടുത്തപ്പോൾ എറർ ഉണ്ടായിരുന്നതുകൊണ്ടാകും അങ്ങനെ സംഭവിച്ചതെന്ന് കരുതി അവർ വീഡിയോ ടെക്നീഷ്യനെ കാണിക്കുന്നു. അയാൾ നോക്കിയിട്ടും സംഭാഷണം കേൾക്കുന്നില്ല. ഒടുവിൽ അയാൾ പറയുന്നു, മറ്റെന്തോ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരോട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നു. ഇനി ഈ ടെക്നീഷ്യൻ CKCയുടെ ആളാണെങ്കിൽ അവിടെ തീർന്നു. അതിനൊക്കെയാകുമോ എന്ന് അറിയില്ല. വളരെ സാഹസപ്പെട്ട് നിധി ബുദ്ധിപൂർവ്വം CKCയെ കുടുക്കാൻ വേണ്ടി ചെയ്ത കാര്യവും നിരാശപ്പെടുത്തി. പവിത്രന്റെ കുടുംബത്തിന്റെ കാര്യം നിധി അന്വേഷിച്ചോളാമെന്ന് പവിത്രന് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് നിധി പവിത്രന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ വീട് പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. പവിത്രന്റെ ഭാര്യ മായയെ നിധി ഫോൺ ചെയ്തു നോക്കുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. തിരിച്ചു പോകാൻ പോകുന്ന നിധിയെ മായ മാഡം എന്ന് വിളിക്കുന്നു. അവർ വീടിന്റെ പുറകുവശത്തു നിന്നുമാണ് വരുന്നത്. CKCയുടെ ആൾക്കാരെ പേടിച്ചാണ് ഞാൻ വീട് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഞങ്ങളിവിടെ ഇല്ല എന്ന് കരുതി CKCയുടെ ആളുകൾ ഉപദ്രവിക്കില്ലല്ലോ. പവിത്രന്റെ മകൾ പൊന്നുവിന് നിധി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. ഞാൻ ആ CKCയെ ജയിലിലാക്കാൻ വേണ്ടി വീണ്ടും കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് നിധി പറയുന്നു. അതിനൊരു തെളിവ് കിട്ടിയതാണ്, പക്ഷെ അത് ശരിയായില്ല. CKCയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോയതെന്നതിന് ഒരു തെളിവ് കിട്ടണം. മായയ്ക്ക് ആരെയെങ്കിലും പവിത്രന്റെ കൂടെ ഉണ്ടായിരുന്നവരെ അറിയുമോ എന്ന് നിധി ചോദിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും അറിയില്ല. ഇനിയിപ്പോൾ അറിയാവുന്നവർ ഉണ്ടായിട്ടും പ്രയോജനമൊന്നുമില്ല മാഡം. അവന്മാരൊക്കെ തെളിവ് നൽകില്ല. ഇപ്പോഴും CKCയുടെ ആളുകളാണ്. CKCയാണ് ഇതൊക്കെ ചെയ്തതെന്നതിന് ഒരു സാക്ഷി വേണം. ഇവരുടെ സംസാരം കേട്ടിരിക്കുന്ന പവിത്രന്റെ മകൾ പൊന്നു നിധിയോട് ചോദിക്കുന്നു, സാക്ഷി എന്നാൽ എന്താണ് ആന്റി? ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അത് കാണുന്നവരാണ് സാക്ഷി. സാക്ഷിയായവർ കോടതിയിൽ വന്ന് ജഡ്ജിയോട് കുറ്റകൃത്യം ചെയ്തത് കണ്ടു എന്ന് പറയണം. എന്നാൽ ഞാൻ കോടതിയിൽ വന്ന് സാക്ഷി പറയാം. മോൾ എന്ത് സാക്ഷി പറയാൻ? CKC എന്ന് പറഞ്ഞ ആൾ എൻ്റെ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് എൻ്റെ അച്ഛനെ കൊണ്ട് കോടതിയിൽ കുറ്റസമ്മതം നടത്തിയതാണെന്ന് ഞാൻ കോടതിയിൽ വന്ന് സാക്ഷി പറയാം. അതെ മാഡം, ഞാനും എൻ്റെ മകളുടെ കൂടെ വന്ന് സാക്ഷി പറയാം. പ്രതിയുടെ ഭാര്യയും മകളും പറയുന്നത് കോടതി വിശ്വസിക്കുമോ എന്നറിയില്ല എന്ന് നിധി പറയുന്നു. എന്തായാലും ഞാൻ അഡ്വക്കേറ്റുമായി ഇക്കാര്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി പോകുന്നു. CKC ജ്യോതിർമയിയോട് പറയുന്നു, ഗൗതമും നിധിയും ഇപ്പോഴും ഫോർജറി കേസുമായി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറുടെ തെളിവ് കിട്ടുന്നതിൽ നിന്നും വസുന്ധര കാരണം അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ജ്യോതിർമയി ചോദിക്കുന്നു. ഗൗതമും നിധിയും കേസിൽ നിന്നും പിന്മാറണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ജ്യോതിർമയി പറയുന്നു. നടക്കും, പ്രണവിനെ കൊണ്ട് പറയിപ്പിച്ചാൽ നടക്കും. അതെ, പ്രണവിനെ കൊണ്ട് പാർവതി അമ്മയോട് പറയിപ്പിക്കണം. അവര് കേസ് കൊടുത്താൽ പ്രണവ് ജയിലിലാകുമെന്ന് പറഞ്ഞാൽ പാർവതി അമ്മ നിധിയെ കേസിൽ നിന്നും പിന്തിരിപ്പിക്കും. അതുകൊണ്ട് പ്രണവിനോട് നമ്മൾ പറയണം, ഗൗതം പ്രണവിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്നാലേ അവൻ പാർവതി അമ്മയോട് കേസിൽ നിന്നും പിന്മാറാൻ പറയൂ. ഗൗതമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്, പിന്നെ എങ്ങനെയാണ് ഞാൻ നുണ പറയുന്നതും എന്നെ ജയിലിലിടുന്നതുമെന്ന് പ്രണവ് ചോദിക്കുന്നു. എന്തായാലും പ്രണവ് അമ്മയെ പോയി ഒന്ന് കാണണമെന്ന് ജ്യോതിർമയും ശിവാനിയും പ്രണവിനെ നിർബന്ധിക്കുന്നു. അങ്ങനെ പ്രണവ് പോകാമെന്ന് പറയുന്നു. പ്രണവ് പോയാൽ ഉടനെ തന്നെ പാർവതിയമ്മ നിധിയോട് പറഞ്ഞ് കേസിൽ നിന്നും പിന്മാറ്റുമെന്നാണ് CKCയുടെ വിചാരം. എന്നാൽ CKCയുടെ ഒരു കളിയും ഇനി നടക്കില്ല. അയാളുടെയും ഭാര്യയുടെയും ഇനിയുള്ള ജീവിതം കാരാഗൃഹത്തിലാകാനാണ് വിധി. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.